ഹലോ ഗുഡ് മോർണിംഗ്. അങ്ങനെ എൻ്റെ ഫ്രിഡ്ജിലിരിക്കുന്ന എല്ലാ സാമഗ്രികളും ഞാൻ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കുക്ക് ചെയ്യാൻ വേണ്ടി അരി ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഇഡ്ഡലി ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലി കഴിച്ച് ഒരു പരിവായി. പിന്നെ ബിജു എൻ്റെ അടുത്തൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ലഞ്ചിന് പരിപ്പ് കറിയാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ പരിപ്പ് കറി ഞാൻ ഏത് യൂട്യൂബറാണെന്നാണ് പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നുപോയി. നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയും. ആ പുള്ളിക്കാരൻ്റെ രീതിയിലാണ് ഞാൻ ഈ പരിപ്പ് കറി വെച്ചത്. ഒരു ലേശം ഇച്ചിരി ഉപ്പ് കൂടിപ്പോയത് ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം നല്ല അടിപൊളി പരിപ്പ് കറി തന്നെയായിരുന്നു. വേറൊരു ടേസ്റ്റായിരുന്നു. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റുള്ള പരിപ്പ് കറിയല്ല. പിന്നെ അടുത്ത പരിപാടി മുട്ട ഓംലേറ്റാണ്. ഞാൻ സാധാരണ ഉച്ചയ്ക്ക് മുട്ട ഓംലേറ്റ് ഒന്നും കൊണ്ടുപോകാറില്ല. പിന്നെ ഇന്ന് പരിപ്പ് കറി വെച്ചതുകൊണ്ട് എന്നാൽ പിന്നെ വിചാരിച്ചു മുട്ട ഓംലേറ്റ് വയ്ക്കാമെന്ന്. പിന്നെ എനിക്കാണെങ്കിൽ വറുക്കാനായിട്ടൊരു ചട്ടിയും ഇല്ല, ഒന്നുമില്ല. ആകപ്പാടെ 2 ചീനച്ചട്ടി മാത്രമുണ്ട്. ഇതിനകത്ത് മുട്ട ഇവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങ് ശ്രീലങ്ക വരെ പോവും. അതുപോലത്തെ ഒരു പാത്രമാണ്, ചട്ടിയാണത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, ചമ്മന്തിപ്പൊടി. മെയിൻ ഇത് തന്നെ. ഇഡ്ഡലി ദോശയാണെങ്കിൽ കറി ഉണ്ടാക്കണ്ടല്ലോ, ഈ ചമ്മന്തിപ്പൊടി വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ലേശം പരിപ്പ് കറി അതും കൂടി വച്ചിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. ചായ എന്ന് പറഞ്ഞാൽ ഇന്ന് പാലുണ്ടായില്ല, കട്ടനായിരുന്നു. അങ്ങനെ എനിക്കും ബിജുവിനും ഉള്ള കട്ടനൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ലഞ്ച് പാക്ക് ചെയ്യാൻ വേണ്ടി കയറി. ലഞ്ച് ചോറും ആസ് യൂഷ്വൽ ആസ് യൂഷ്വൽ അല്ല, മുട്ട വല്ലപ്പോഴേ ഉള്ളൂ, പരിപ്പ് കറി. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ റെഡിയാവാൻ പോയി. പിന്നെ ഈ ഉടുപ്പ് കണ്ടോ, ഇന്നലെ ഡെലിവർ ആയതേ ഉള്ളൂ. നനയ്ക്കാൻ പോലും ഞാൻ നിന്നില്ല, അതങ്ങനെ തന്നെ എടുത്തിട്ടു. അടിപൊളിയല്ലേ, നല്ലൊരു ഷോർട്ട് കുർത്തിയാണ്. അപ്പോൾ ശരി, ബൈ, ഞാൻ പണിക്ക് പോട്ടെ.